ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ, രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ, രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ എന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ
ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ വചനവുമായി വരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. കൃഷിക്കാരൻ എപ്പോഴും സ്ഥലം ഉഴുതുകൊണ്ടിരിക്കുന്നില്ല. അതിൻ്റെ സ്ഥലത്ത് കരിഞ്ജീരകം വിതയ്ക്കുന്നു, ജീരകം വിതറുന്നു, അതിൻ്റെ സ്ഥലത്ത് ഗോതമ്പ് മണി വയ്ക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുവാനുള്ള കൃപ ദൈവം കൃഷിക്കാരന് കൊടുക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് വായിച്ചേക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പീൻ. വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് ഉഴുപൊളിയിൽ യവം അതിനുള്ള സ്ഥലത്തും ചെറുകോതമ്പ് അതിൻ്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെ അവൻ്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കൃഷിക്കാരൻ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് അത് അതിൻ്റെതായ രീതിയിൽ അവൻ കൃഷി ചെയ്യുന്നു. നാം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴറിയാം, കരിഞ്ജീരകത്തിൻ്റെ മുകളിലൂടെ മെതിവണ്ടി കയറ്റുന്നില്ല, കാളയെ തെളിയിക്കുന്നില്ല. ആ കരിഞ്ജീരകം വടികൊണ്ടടിക്കുകയും ജീരകം കോലുകൊണ്ട് തല്ലി അതിന് വിളവെടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പറയുകയാണ്, ഓരോന്നും വിളവെടുക്കുന്നത് ഓരോന്ന രീതിയിലാണെന്ന് കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെയാണ് നാം വായിക്കുന്നത്. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടികൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. മെതിവണ്ടി കയറ്റി ധാന്യം ചതച്ച് കളയുന്നില്ല. അത് അതിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ധാന്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ എടുക്കുന്നതിന് വേണ്ടി മെതിവണ്ടി കയറ്റുകയാണ്. ഇത് ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ മനുഷ്യനും വളരെ ഡിഫറൻ്റാണ്. ഓരോ മനുഷ്യരോടും ദൈവം ഇടപെടുന്നതും പല രീതിയിലായിരിക്കാം. ജീവിതത്തിൽ മെതിവണ്ടി കയറ്റുന്നത് പോലത്തെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാം. അന്നേരം എല്ലാം കർത്താവ് പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവയാൽ വരുന്നു, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയുള്ളവനാകുന്നു എന്നാണ് നാം തുടർന്ന് വായിക്കുന്നത്. കർത്താവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും എങ്ങനെ പ്രവർത്തിക്കണം, അവനെ ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ 11:33 വായിക്കും, ദൈവത്തിൻ്റെ ജ്ഞാനം, ധനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ്, അത് നമുക്ക് ചിന്തിക്കാൻ അറിയാൻ പാടില്ലാത്തവണ്ണം വലിയതാണ്. നമുക്ക് ആർക്കും മനസ്സിലാവുകയില്ല. അവൻ്റെ വഴി അഗോചരമാണ്. എന്നാൽ സ്നേഹമുള്ള ദൈവം ഓരോ മനുഷ്യർക്കും അവനേതായ രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നു. ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അവനെ ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മനുഷ്യനാക്കി തീർക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതുപോലെ ജീവിതത്തിൽ മെതിവണ്ടി കയറ്റി മെതിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായ ഒരാളാണ് ഇയ്യോബ് എന്ന ദൈവഭക്തൻ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം ഇയ്യോബിനോട് ഇടപെട്ടതെന്നും വലിയ പ്രതിസന്ധികളിൽ കൂടി പോയപ്പോൾ കർത്താവ് അവനെ എങ്ങനെ ശുദ്ധീകരിച്ചു എന്ന് നമുക്ക് ഈ നിമിഷം ചിന്തിക്കാം. ഇയ്യോബിനെ പറ്റി വായിക്കുന്നത് 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു എന്നാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവനെപ്പറ്റി ദൈവം കണ്ടത് എങ്ങനെയാണ്? അവൻ നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം ഇട്ട് അകലുന്ന ഒരു ദൈവ പൈതലായിട്ട് കർത്താവ് അവനെ കണ്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ അവന് ഒരു സ്വയനീതി എന്നുള്ള
ഒരു പാപം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവനത് മനസ്സിലായിട്ടിരുന്നായിരുന്നില്ല. അവനറിയാവുന്ന രീതിയിൽ ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ കൽപ്പനയെല്ലാം അനുസരിച്ചും പോന്ന് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അവന് വളരെ സമ്പത്തുണ്ടായിരുന്നു. നാം വായിക്കുന്നത് അവന് 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുതകൾ, ഇങ്ങനെ അനവധിയായ മൃഗസമ്പത്തും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇതുപോലെ സന്തോഷത്തോടെ ദൈവം അവന് വേലി കെട്ടി കാക്കുന്നതെല്ലാം അങ്ങനെയായിരുന്നു. അവൻ സമാധാനം മക്കളോടുകൂടി 10 മക്കളുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ മക്കളോടുകൂടി ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്നാണ് കൊടുങ്കാറ്റ് പോലെ പല പല കഷ്ടതകൾ വന്നത്. ഒരു ദിവസം തന്നെ 10 മക്കളും നഷ്ടമാകുന്നു. ഈ ഇത്രമാത്രം മൃഗസമ്പത്ത് എല്ലാം നഷ്ടമാകുന്നു. ദൈവം അവനെ ശോധന ചെയ്യുകയാണ്. പിശാച് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവനെ കഷ്ടപ്പെടുത്തുകയാണ്. ദൈവം ഒരിക്കലും പരീക്ഷിക്കുന്നില്ല. ദൈവം പക്ഷേ ആ പരീക്ഷകളിലെല്ലാം സഹിക്കാനുള്ള കൃപയും എല്ലാം ദൈവം നമുക്ക് തരും. ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ 10 മക്കൾ മരിച്ചു പോകുന്നു. എല്ലാ മൃഗസമ്പത്തും നശിച്ചു പോകുന്നു. എന്നാലും അവൻ പറയുന്നത്, എൻ്റെ ദൈവം തന്നു, എൻ്റെ ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നും ഇയ്യോബ് കുലുങ്ങിപ്പോയില്ല, ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടൊന്നും പിശാചിന് സന്തോഷം വരാതെ അതിലും വലിയ ഒരു പരീക്ഷയിലേക്ക് പിശാച് അവന് നയിക്കുകയാണ്. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വലിയ ബാധകളാൽ, പരുക്കളാൽ അവനെ ബാധിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സ്വസ്ഥതയുമില്ലാതെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പോഴും അവന് ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ കഷ്ടപ്പെട്ട് എല്ലാം നശിച്ച് ആരുമില്ലാതിരിക്കുന്ന സമയത്ത് അവനൊരു ഭാര്യയുണ്ട്. ഭാര്യ ആ തക്ക സമയത്ത് ഒരു തുണയായിരിക്കേണ്ട ആ സ്ത്രീ ഒരു സമാധാനവും കൊടുക്കാതെ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഇയ്യോബിനോട് പറയാണ്, ഇനി നീ ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കാതെ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിക്കാനാണ് അവൾ പറഞ്ഞ് ആലോചന കൊടുക്കുന്നത്. എന്തോ ഒരു ഭയാനകമായ ഒരവസ്ഥയാണ്. ഒരു മനുഷ്യനും സ്നേഹിക്കാനില്ല. ഭാര്യ വേണ്ടതുപോലെ പറയേണ്ടതാത്ത ഒരു കാര്യമാണ് ഭാര്യ പറഞ്ഞത്. പിന്നെ നാം തുടർന്ന് വായിക്കുന്ന ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്നാണ്. അവൻ്റെ ഹൃദയത്തിലും എന്താണ് എനിക്ക് ഇങ്ങനെയെല്ലാം വരുന്നതെന്നുള്ള ഒരു ചോദ്യമെല്ലാം വന്നു കഴിഞ്ഞു. അവൻ ഇങ്ങനെ കാത്തിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യ വന്നില്ലെങ്കിൽ എൻ്റെ കുറച്ച് സ്നേഹിതന്മാരുണ്ടല്ലോ, അവർ വരുമ്പോൾ എനിക്കൊരു ആശ്വാസമാകുമെന്ന്. എന്നാൽ സ്നേഹിതന്മാർ വന്നിട്ടും അവനൊരു ആശ്വാസം പറയുവാനോ ഒന്നും സാധിക്കാതെ അവരെല്ലാവരും അവൻ്റെ കുറ്റങ്ങളെല്ലാം പറഞ്ഞ്, നീ അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്, അങ്ങനെ വന്നതെന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. എങ്ങും ഒരു സ്വസ്ഥതയില്ലാതെ ഇയ്യോബ് വലയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ വെളിച്ചവും അവനെ വിട്ടുപോവുകയാണ്. എന്നാൽ ഇതുപോലെ മെതിവണ്ടി കയറ്റുന്ന ഒരവസ്ഥയിൽ ഇയ്യോബ് ആയിരിക്കുമ്പോൾ സ്നേഹവാനായ ദൈവം ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ എങ്ങനെയാണ് ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് കർത്താവ് അവിടെ അവനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിൽ വ്യസനവും വേദനയും സങ്കടവും എല്ലാം വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സ്നേഹവാനായ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കുകയില്ല. ഇയ്യോബ് പറയുകയാണ്, അയ്യോ എൻ്റെ മക്കളെല്ലാം ഇരുന്ന കാലത്തെ പോലെ, ദൈവം എനിക്ക് പ്രകാശമായി വെളിച്ചമായിരുന്ന കാലത്തെ പോലെ ഞാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോൾ കർത്താവ് എന്നെ ക്രൂരതയോടെയാണ് നോക്കുന്നത്. ഒരു ക്രൂരനായ ഒരാളെ പോലെയാണ് ദൈവത്തെ പോലും അവൻ കാണുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്കാണ് പറയുന്നത്, നീച പരീക്ഷ എഴുന്നേറ്റ് എൻ്റെ കാലൊന്തുന്നു. എന്നെ എല്ലാവരും എല്ലാ വശത്തു നിന്നും പോരാട്ടങ്ങളും പ്രയാസങ്ങളും എനിക്ക് വന്നിരിക്കുകയാണ്. 30-ന്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു, കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു എന്ന്. ഇങ്ങനെയെല്ലാം പ്രയാസപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹവാനായ ഒരു ദൈവം അവനെ ശുദ്ധീകരിക്കാൻ നോക്കിയിരിക്കുന്നത് അവന് മനസ്സിലാവുന്നില്ല. എങ്കിലും അവൻ ദൈവത്തിന് പല കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ നിഷ്കളങ്കത്വം തെളിയിക്കുന്നതിന് വേണ്ടി അവൻ പല പല കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവൻ പറയുന്നതെല്ലാം ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ദൈവം അവനെ ശുദ്ധീകരിക്കുവാനായിട്ട് ഓരോ വഴികളിൽ കൂടി നടക്കുമ്പോൾ മാറി നിന്ന് സ്നേഹത്തോടെ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം സർവശക്തനായ ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് അവനോട് ഇടപെടുകയാണ്. നീ എന്താണ് ഈ സംസാരിക്കുന്നത്? നിനക്ക് വല്ലതും അറിയാമോ എന്നെല്ലാം ദൈവം വചനത്തിൽ കൂടി അവനോട് ശക്തിയായിട്ട് ഇടപെടുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവനൊരു ഒരു കാര്യം മനസ്സിലായി.
അവൻ ഇയ്യോബിന്റെ പുസ്തകം 40:3. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തു ഉത്തരം പറയേണ്ടു? ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യനാണല്ലോ, എൻ്റെ കർത്താവെ, തിരിച്ചറിയാതെ വണ്ണം പലതും ഞാൻ പറഞ്ഞുപോയി. ഇനി ഞാൻ ഒന്നും പറയില്ല കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു എളിമ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. കർത്താവ് അത് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറി വരുവാനും അവനെ ശുദ്ധീകരിച്ചെടുക്കുവാനും അവൻ്റെ സ്വയനീതി ഒന്ന് മനസ്സിലാക്കി എന്തെങ്കിലും നമുക്കൊരു നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണെന്നും അതിൽ നമുക്കൊന്നും പൊങ്ങുവാനില്ല എന്നും എല്ലാം മനസ്സിലാക്കി അവനെ എളിമപ്പെടുത്തുവാനായി അവനൊന്ന് എളിമപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ദൈവം അവനോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. 42-ാം അധ്യായത്തിൽ ഇതുപോലെ ഇടപെട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വലിയൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ വന്നു. അവന് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടി. അവനെക്കുറിച്ചും ഒരു കാഴ്ചപ്പാട് കിട്ടി. 42-ാം അധ്യായം 5-6 വായിക്കുമ്പോൾ അറിയാം: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഞാൻ ഇപ്പോൾ കണ്ണാൽ കാണുകയാണ്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലായി ഞാൻ ആരാണെന്ന്. എൻ്റെ കർത്താവേ, ഞാൻ പൊടിയിലും ചാരത്തിലും ഇന്ന് കിടന്ന് അനുദപിക്കുന്നു. ഞാൻ എത്ര നിസ്സാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവൻ എത്ര പാപിയാണെന്നും എത്ര നിസ്സാരനാണെന്നും അവന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. 2 വെളിപ്പാടുകളാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, നമ്മെ തന്നെ കാണുവാനുള്ള വെളിപ്പാട്. സ്വർഗത്തിലെ ദൈവത്തെ കാണുമ്പോൾ ആ ഒരു മനുഷ്യനുണ്ടാകുന്ന വെളിപ്പാടാണ് ഞാൻ എത്ര ചെറിയവനായ ഒരു മനുഷ്യനാണെന്ന്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ദർശനം കാണുമ്പോൾ പറയുന്നുണ്ട്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നുവെന്ന്. തേജോമയനായ ദൈവത്തിൻ്റെ ദർശനം കിട്ടിയപ്പോൾ യെശയ്യാ പ്രവാചകൻ നൊലോളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനും ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കഴിയും പറയുന്നുണ്ട്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ 2 വെളിപ്പാടുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശരിയായ ദൈവത്തെ പറ്റിയുള്ള ദർശനം നമുക്ക് കിട്ടുകയാണെങ്കിൽ, ആ വെളിപ്പാട് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ, ദൈവം എത്ര പരിശുദ്ധനാണെന്നും ദൈവം എത്ര വലിയവനാണെന്നും നാം എത്ര നിസ്സാരരാണെന്നുമുള്ള ഒരു വെളിപ്പാട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള വെളിപ്പാട് കിട്ടുന്നവർക്ക് അവനെപ്പോഴും താണിരുന്ന്, അയ്യോ കർത്താവെ, ഞാൻ എത്ര നിസ്സാരനാണ്, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു നന്മയ്ക്ക് എനിക്കൊരു യോഗ്യതയുമില്ല, എൻ്റെ ഒരു നന്മ കൊണ്ടുമല്ല ദൈവം നീ എന്നെ ഇതുപോലെ അനുഗ്രഹിച്ചതെന്നും എല്ലാ സമ്പത്തും മൃഗസമ്പത്തും പുത്രസമ്പത്തും എല്ലാം തന്ന് എൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടി എല്ലാം എന്നെ കാത്തതൊന്നും എൻ്റെ മെടുക്കുകൊണ്ടല്ല കർത്താവെ, നിൻ്റെ ദയ, നിൻ്റെ കൃപ എന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഇയ്യോബിന് പിന്നെ ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എളിമപ്പെട്ട് കഴിയുമ്പോൾ നാം തുടർന്ന് വായിക്കുന്നുണ്ട്, അവന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് തിരികെ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ബന്ധുക്കളും അവൻ്റെ എല്ലാം തിരികെ വന്നു. സ്നേഹിതന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ സംസാരിച്ചിട്ടില്ല. കർത്താവ് പിന്നെ അവൻ്റെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും കാണുന്നില്ല. ആ സ്നേഹിതന്മാരുടെ മുമ്പിൽ അവനെ മാനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപം ക്ഷമിച്ചു കിട്ടുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, ഇയ്യോബിന് വല്ല പരാതിയുണ്ടോ? കർത്താവെ, ഞാൻ ഇതുപോലെ കഷ്ടതയിലായിരുന്നപ്പോൾ ഒരു നല്ല വാക്ക് പറയേണ്ട ആൾക്കാർ ഒന്നും പറയാതെ എന്നെ പിന്നെ ഇരുതിയിൽ എണ്ണ വെക്കുന്നത് പോലെ എന്നെ ഇങ്ങനെ ഉപദേശിച്ചും എന്നെ വിഷമിപ്പിച്ചുള്ളതാണല്ലോ എന്നൊന്നും ഇയ്യോബിന് ഒരു പരാതിയുമില്ല. കാരണം ഇയ്യോബ് ഒരു പുതിയ മനുഷ്യനായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഇയ്യോബ് ഒരു വിഷമവും കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാം ക്ഷമിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പാപം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം തുടർന്ന് വായിക്കുകയാണ്, ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നുവെന്ന്. അവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി, അവൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു. എങ്ങനെയാണ് ഭേദം വന്നത്? എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം വിട്ടുപോയവരെല്ലാം തിരിച്ചു വന്നു. അവനോട് സഹതപിക്കുവാനും അവന് സമ്മാനം കൊടുക്കുവാനും നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവന് സമ്മാനം കൊടുക്കുവാനും എല്ലാം തിരിച്ചു വന്നു. ദൈവത്തിന് സ്തോത്രം. അവന് നഷ്ടമായി പോയത്, ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായി പോയതെല്ലാം ദൈവം അവന് തിരിച്ചു കൊടുത്തു. ആദ്യം നാം പറയുന്നുണ്ട്, അവന് 7000 ആടുണ്ടെന്ന്
പറയുമ്പോൾ അവസാനം കർത്താവ് പറഞ്ഞു അവന് 14,000 ആടുണ്ടായി, 6,000 ഒട്ടകമുണ്ടായി, 1,000 ഏർക്കാള, 1,000 പെൺകഴുതകൾ, ഇതെല്ലാം അവനുണ്ടായി. കൂടാതെ അവന് 10 മക്കളുണ്ടായി. 10 മക്കൾ മരുമക്കളെല്ലാം കൂടുമ്പോൾ 20 മക്കൾ. ദൈവത്തിന് സ്തോത്രം. ദൈവം യോബിനെ മുൻകാലങ്ങളെക്കാൾ കൂടുതലാണ് ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുമല്ല, യോബിൻ്റെ മക്കളെ പറ്റി പറയുമ്പോൾ യോബിൻ്റെ മകളെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം യോബിന് കൊടുത്തു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അതിലും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നതായ ശുദ്ധീകരണം അവന് വന്നു. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളൊരു പുതിയ കാഴ്ചപ്പാട്. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം കാണാതിരിക്കുമ്പോഴും എന്നെ കരുതുന്നതും സ്നേഹിക്കുന്നതും എന്നുള്ള ആ ദൈവത്തോടുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും പുതിയ ഒരു സമർപ്പണവും എല്ലാം നമുക്ക് കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. നമുക്ക് വലിയൊരു എളിമ വരും. നമ്മളുടെ അഹംഭാവവും നിഗളവും എല്ലാം മാറി ഏറ്റവും താഴ്മയും വിനയവും ദൈവത്തിന് കീഴടങ്ങുന്നതും ദൈവത്തിന് സർവ്വ മഹത്വവും കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, സന്തോഷമുള്ള ഒരു ഫ്രണ്ടിനോടുകൂടി ഞാൻ കുറേ നാൾ നടന്നു. അവൾ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. എന്നാൽ സന്തോപമാകുന്ന ഫ്രണ്ടിനോടുകൂടി ഞാൻ ഒരു വെറും കുറച്ച് നാൾ മാത്രം ഞാൻ സഞ്ചരിച്ചു. അവൾ അധികം എന്നോടൊന്നും സംസാരിച്ചില്ല, പക്ഷേ ഞാൻ വളരെ കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും നാം പഠിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പുതിയ സമർപ്പണങ്ങൾ ഉണ്ടായി വരുന്നത്, പുതിയ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നത്, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളതായി നമ്മെ ദൈവം വാർത്തെടുക്കുന്നത് പലപ്പോഴും കഷ്ടതയിൽ കൂടി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആ കഷ്ടതയിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ കർത്താവ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നതായ ആ നിധി നമുക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു കാര്യം ഉണ്ടായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം 25 വർഷം കാത്തിരുന്ന് ഉണ്ടായ ഒരു മകനാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന സമയത്താണ് കർത്താവ് സ്വർഗത്തിൽ നോക്കിയപ്പോൾ ദൈവം കണ്ടു അബ്രഹാമിന് ഇസഹാക്ക് ഒരു വിഗ്രഹമായി വാഴുന്നു. അങ്ങനെ വിഗ്രഹമായി വന്നാൽ അബ്രഹാമിന് കേടുവരുമെന്നും അവന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുമെന്നും ദൈവം അറിഞ്ഞതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കാൻ. എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. കർത്താവെ, വിഗ്രഹം ഉണ്ടാകാൻ പാടില്ല എന്ന് കൽപ്പന പുറപ്പെടുവിച്ച ദൈവത്തിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് കാര്യം മനസ്സിലായി. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അനുസരിക്കാൻ ഒരു വിഷമവും അബ്രഹാമിനുണ്ടായില്ല. അബ്രഹാം അന്ന് തന്നെ വേഗം അതിനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി. പല വാഗ്ദത്തങ്ങൾ ഇസഹാക്കിൽ കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നിവൃത്തിയാകുമെന്നൊന്നും ഒരു സംശയവും അബ്രഹാമിനുണ്ടായില്ല. ഒരു ആട്ടിൻകുട്ടി യാഗം കഴിച്ചിട്ട് ഇസഹാക്കുമായി അബ്രഹാം ഇറങ്ങി വരുമ്പോൾ പിന്നെ അബ്രഹാമിന് ഇസഹാക്കിനോടുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഇസഹാക്കാണെന്ന് അബ്രഹാമിന് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ അബ്രഹാം ഇന്ന് വിശ്വാസികളുടെ പിതാവായി നിൽക്കുന്നു. ഒരു വിശ്വാസികളുടെ പിതാവ് വെറുതെ കിട്ടൂല. അതുപോലെ മെതിവണ്ടി കയറ്റുന്ന ഒരു അനുഭവത്തിൽ കൂടി അബ്രഹാം കടന്നുപോയി. അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടി. അവൻ സമാധാനത്തോടെ കടന്നുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതുപോലെ ഓരോ മനുഷ്യനോടും ദൈവം ഇടപെടുന്നത് വളരെ ഡിഫറൻ്റാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് സാക്ഷ്യത്തോടെ പറയുവാൻ പറ്റും, എൻ്റെ ജീവിതം ഇതുപോലെയായിരുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ അറിയപ്പെട്ട പാപങ്ങളൊന്നും ചെയ്യാതെ രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മകളായി ജനിച്ചു. എനിക്ക് ഒരു പ്രത്യേകിച്ച് വലിയ പാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തെ അറിയുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ദൈവത്തെ ഒരു സ്നേഹമായിട്ട് കാണുവാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ കഷ്ടതയുടെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. കർത്താവ് ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ക്രൂരനെ പോലെ യോബിന് തോന്നിയതുപോലെയുള്ള സാഹചര്യത്തിൽ കൂടെ എല്ലാം ഞാൻ കടന്നു പോകേണ്ടി വന്നു. എൻ്റെ കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കണ്ണുനീരോടുകൂടി ഇതെല്ലാം കാണുന്ന ദൈവമേ നീ കാണുന്നില്ലേ എന്നെല്ലാം ഞാൻ ദൈവത്തോട് പരാതി ചോദിച്ച് എപ്പോഴും നിരാശയോടെ ജീവിച്ച ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, നിരാശ കൊണ്ട് പിശാച് എൻ്റെ ഹൃദയത്തെ അടച്ചു വച്ചിരിക്കുന്നു. അവൻ കോട്ട കെട്ടി എൻ്റെ ഹൃദയത്തെ അടച്ചു വച്ചിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അറിയാതിരിപ്പാൻ. എന്നാൽ സ്നേഹമുള്ള ദൈവം, സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് ആ ശത്രു കോട്ട കെട്ടി കാത്തിരുന്ന
എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ ബന്ധനങ്ങളെല്ലാം അറുത്തു മാറ്റി യേശു സ്നേഹമാണെന്നും കർത്താവ് എന്നെ സ്നേഹിക്കുന്നുവെന്നും ലോകാരംഭം മുതൽ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമല്ല, എൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് നിത്യസ്വർഗമാണെന്നുമുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ ദൈവം എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് എൻ്റെ നിരാശ മാറ്റിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷവും സമാധാനവും എൻ്റെ കർത്താവിൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ദൈവം എത്ര സ്നേഹമാണെന്നും ആ കഷ്ടതയിൽ കൂടി ഞാൻ വളരെ കഷ്ടതയിൽ കൂടിയാണ് പോയത്. കരയാത്ത രാത്രികളില്ലാതിരുന്നു. എന്നാൽ അതിലെല്ലാം ഉപരിയായി എൻ്റെ ദൈവം നോക്കിയിരിക്കുന്നു, ദൈവം എന്നെ സ്നേഹത്തോടെ കരുതുന്നു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഈ സ്നേഹമൊന്ന് മനസ്സിലാക്കി തരുവാൻ എൻ്റെ ദൈവം ആവലോടെ നിൽക്കുന്നു എന്നൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴറിയാം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി തരുവാൻ, ഞാൻ എത്ര അധമ പാപിയാണെന്ന് മനസ്സിലാക്കി തരുവാൻ, ഞാൻ എത്ര ഹീന പാപിയാണെന്ന് മനസ്സിലാക്കി തരുവാൻ അതിലൂടെ കടന്നു പോകേണ്ടി വന്നു. കഷ്ടതയിൽ കൂടി കടന്നു പോയപ്പോൾ കർത്താവ് അതെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു. അവൻ എൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് അവൻ്റെ തേജസ്സുള്ള മഹത്വമുള്ള മണവാട്ടിയായി കർത്താവിൽ നിന്ന് എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാണപ്രിയനായ കർത്താവ് ഇനി മേഘാരൂഢനായി വാനമേഘത്തിൽ നമ്മളെ എതിരേൽക്കാനായിട്ട് കർത്താവ് വരും. അന്ന് കറയും ചുളുക്കമില്ലാത്ത മണവാട്ടിയായി എൻ്റെ യേശുവിനോട് പ്രകാരം എനിക്കും പറന്നുയരണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വമുള്ള രാജ്യത്തിൽ അവൻ്റെ മണവാട്ടിയായിട്ട് വാഴുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള എൻ്റെ ആയുസ് അതിനുള്ള ഒരുക്കവും അനേകരെ എൻ്റെ യേശുവിന് വേണ്ടി ഒരുക്കുവാനുള്ള അതിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാനിന്ന് എൻ്റെ ജീവിതം കഴിക്കുന്നു. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അവസരത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തേജസ്സുള്ള നിൻ്റെ വരവിൽ മേഘപ്രത്യക്ഷതയിൽ ഞങ്ങളെല്ലാവരും എതിരേറ്റ് വരുവാൻ തക്കവണ്ണം കർത്താവേ, കറയും ചുളുക്കുമില്ലാത്ത മണവാട്ടിയായി രൂപാന്തരപ്പെട്ട് വരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ, ഈ കേൾക്കുന്ന ജനത്തെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ സ്തോത്രം.